ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 5-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ശാരീരികമായ അശുദ്ധി ബാധിക്കുന്നവർ എന്തു ചെയ്യണം, അവർക്കുള്ള നിയമങ്ങളാണ്. ഒരാൾക്ക് കുഷ്ഠരോഗം ബാധിക്കുകയോ സ്രവത്താൽ അശുദ്ധരാവുകയോ മൃതശരീരങ്ങളൊക്കെ സ്പർശിച്ച് അശുദ്ധമാകുകയോ ചെയ്താൽ അവർ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് വിശുദ്ധി പ്രാപിക്കുന്നതുവരെയും അഥവാ ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തുന്നവരെയും അവർ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് അവർ ശുദ്ധരായി എന്ന് ബോധ്യമായതിനു ശേഷമാണ് സമൂഹത്തിൽ പ്രവേശിക്കാവൂ. ഒന്നാമത് നമുക്കറിയാം, ഇസ്രായേൽ ജനം കൂട്ടമായി അവർ സഞ്ചരിക്കുകയും കൂട്ടമായി താമസിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരാൾക്കൊരു രോഗമുണ്ടെങ്കിൽ പെട്ടെന്നത് പകരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൂടി ദൈവം അതീവ ശ്രദ്ധാലുവാണെന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നു. അപ്പം അതുകൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിന്ന് എത്രയും വേഗം വിശുദ്ധി പ്രാപിക്കാനുള്ള ക്രമീകരണം അവർ ചെയ്യേണ്ടതാണ്. അതിനുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ ശാരീരിക വിശുദ്ധിക്കാണ് പ്രാധാന്യം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആന്തരികമായ വിശുദ്ധിക്കാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമത്തിൽ പാപത്താൽ അല്ലെങ്കിൽ ഹൃദയപരമായി പാപമുള്ള ആളുകൾ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളവരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുവാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനും സാധ്യതയുണ്ടെങ്കിൽ അവർ മാറി നിന്ന് ആ സ്വഭാവം മാറ്റി അഥവാ സൗഖ്യമായി അവർ വീണ്ടും സമൂഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5 മുതൽ 10 വരെ നമുക്കറിയാം, ഈ കോവിഡിൻ്റെ കാലത്തും രോഗമുള്ളവർ മാറി നിൽക്കുകയും നമ്മൾ മാസ്ക് ധരിക്കുകയും നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. എന്തിനാണ്? നമ്മുടെ രോഗം മറ്റുള്ളവർക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ആന്തരികമായ കാര്യങ്ങളും. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഒരു വ്യക്തി മറ്റൊരാൾക്ക് നഷ്ടം വരുത്തിയാൽ ആ നഷ്ടപരിഹാരം എങ്ങനെ ചെയ്യണം. അവിടെ പറയുന്നു, ഒരുവനെ കബളിപ്പിച്ചാൽ ആ കബളിപ്പിക്കപ്പെട്ടവന് ആ നഷ്ടമായ തുകയും അതോടൊപ്പം 5-1 20% കൂടി ചേർത്ത് നൽകണം. എന്ന് പറഞ്ഞാൽ ആ തുക അവൻ ലഭിക്കുന്നതിന് വരെയുള്ള പലിശ അവന് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം. പുതിയ നിയമത്തിൽ സഖായിയുടെ സംഭവം നമുക്കറിയാം. സഖായിയുടെ ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോൾ അവനവൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും അവനൊരു ചുങ്കക്കാരനായതുകൊണ്ട് അതിൻ്റെ ആ പലിശ കണക്കാക്കിയാണ് പറഞ്ഞത്, ഞാൻ അവിഹിതമായി വാങ്ങിച്ചതൊക്കെ 4 ഇരട്ടി ഞാൻ ഇത് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്നവൻ പറഞ്ഞ് അങ്ങനെ നൽകുകയും ചെയ്തു. അതിന് യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെ വേണ്ടെന്ന് അവിടെ പറഞ്ഞില്ല. കാരണം അത് ആവശ്യമാണ്. മോശ മുഖാന്തരം കൊടുത്ത ഒരു നിയമം കൂടിയാണത്. അത് അപ്രകാരം ചെയ്യുന്നതാണ് നീതി എന്നുള്ളതാണ്. ഇന്നും നമ്മൾ മുഖാന്തരം ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ സഹിതം അവർക്ക് തിരിച്ചു കൊടുത്ത് അവരെ സ്നേഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവിഹിത ബന്ധം ഉണ്ടായാൽ എന്ത് ചെയ്യണം? ദാമ്പത്യത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വലിയ നിയമമാണത്. ദാമ്പത്യധർമ്മം, ദാമ്പത്യ നിയമം, ദാമ്പത്യ വിശ്വസ്തത അതെന്നും ഉണ്ടാവേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ അവിഹിതമുണ്ടെന്ന് സംശയമുണ്ടായാൽ ഭർത്താവ് അവളെ പുരോഹിതൻ്റെ അടുത്ത്, അവളോട് ചോദിച്ച് അവൾ സമ്മതിക്കുന്നില്ല എങ്കിൽ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരാം. പുരോഹിതൻ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിലുള്ളതാ കുറച്ച് മണ്ണ് വെള്ളത്തിൽ കലക്കി അവളെ കുടിപ്പിക്കണമെന്നും അവൾ അവിഹിതം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വയറ് വീർക്കുകയും അവിടെ നിതംബം അത് ചുരുങ്ങിപ്പോവുകയും, വയറ് വീർക്കുക എന്ന് പറഞ്ഞാൽ മഹോദരം എന്ന രോഗമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവൾ ആ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാകും. അവൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവൾക്ക് ഒന്നും സംഭവിക്കുകയില്ല.
ആ ദാമ്പത്യത്തിൻ്റെ ആ വലിയ വിശ്വസ്തത കാത്തുപരിപാലിക്കുവാനുള്ള ശക്തമായൊരു നിയമം, ഒരു ക്രമീകരണമാണ് ഇതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ളതായ പാപത്തെ വെളിപ്പെടുത്തുന്ന ശുദ്ധജലമല്ല, പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ അനന്യാസിൻ്റെ സഫീറായുടെ സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവർ വന്ന വസ്തു വിറ്റതായ തുകയിലൂടെ കള്ളം പറഞ്ഞു. വസ്തു വിറ്റ തുക കൊണ്ട് കൊടുക്കണമെന്നുള്ള നിയമമല്ല, ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. പക്ഷെ അതിനകത്ത് പിന്നെ അവർ കള്ളത്തരം കാണിക്കാൻ പാടില്ല. അത് ദൈവത്തെ കബളിപ്പിക്കുകയാണ്. അപ്പം പത്രോസ്ലീഹ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായി എന്തിനു പാപം ചെയ്തു എന്നാണ്. ദൈവം ആരെയും ഇവിടെ നിർബന്ധിക്കുന്നില്ല, പക്ഷെ കൊണ്ടുവരുന്നത് വിശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അവിടെ അനീതി ചെയ്യാൻ പാടില്ല, ദൈവത്തെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് അവർക്ക് കഠിനമായ ശിക്ഷ അവിടെ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം പുതിയ നിയമത്തിൽ ഈ പാപങ്ങളൊക്കെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നമുക്കുണ്ടാക്കുന്നത്. ആ പാപബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പോയി കുമ്പസാരിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പാപബോധം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് വിധേയമായി ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ചുരുക്കത്തിൽ 5-ാം അധ്യായത്തിൽ പാപവും അശുദ്ധിയും എല്ലാം ദൈവം വളരെയേറെ വെറുക്കുന്ന ഒരു സംഭവമാണെന്ന്, പാപവും അശുദ്ധിയും കൂടാതെ വിശുദ്ധിയോടെ പാപരഹിതമായി ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. ലേവ്യ പുസ്തകത്തിലൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പങ്ക് വഹിക്കുന്നവരാകണം. അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, വിശുദ്ധമായ ചിന്താഗതികളോട് ജീവിക്കാൻ, ശാരീരികവും ആന്തരികവുമായ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും ആരാധനകളും എല്ലാം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.